സുനിഷ അയ്യലൂർ കൂടി നമുക്കൊപ്പമുണ്ട്. സുനിഷ, വെരി ഗുഡ് മോർണിംഗ് സുനിഷ. ഒരു വർഷത്തേക്ക് സ്വർണം പോലും വാങ്ങരുത് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. കാർ പൂളിംഗ് പരമാവധി ഒഴിവാക്കണം, കാർ എടുത്ത് പുറത്ത് കറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം, പെട്രോൾ ഡീസൽ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നാണ് പറയുന്നത്. രാജ്യത്ത് ഒരുതരം സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ നിയന്ത്രണം പൗരന്മാർ സ്വയം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ജനം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക? സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ പറഞ്ഞതുപോലെയാണ് പശ്ചിമേഷ്യൻ യുദ്ധം വന്നപ്പോൾ തന്നെ നമ്മളെ ഏറ്റവും അധികം ബാധിച്ചത് അത് ഗ്യാസിന്റെ വില വർധനവും ഒപ്പം തന്നെ ഗ്യാസ് ലഭിക്കാത്തൊരു വിഷയവും ഒക്കെ വന്നപ്പോഴാണ്. നമുക്കറിയാം 3000 രൂപയൊക്കെ ആയി വാണിജ്യ സിലിണ്ടറിനടക്കം അത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. ഏതായാലും സ്വാഭാവികമായും ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണം വരുമ്പോൾ അത് നമ്മളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അരുൺ പറഞ്ഞതുപോലെ പൗരബോധം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ രാജ്യത്തിന്റെ നിർദ്ദേശങ്ങൾ അത് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വശം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മ്യൂസിയത്താണ്. മ്യൂസിയത്തിൽ ഒരുപാട് പേരിങ്ങനെ രാവിലെ തന്നെ നടക്കാനൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടാ, വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് നമ്മൾ. നേരത്തെ ഗ്യാസ് ആണ് വലിയ വിഷയമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ധന പ്രതിസന്ധിയിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. ഇന്ധന ഉപയോഗം എല്ലാം കുറക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. ഇന്ധനം കുറയ്ക്കണം, ഗവൺമെൻറ്റിനെ രക്ഷപ്പെടുത്തുക. നമ്മുടെ ഈ സിറ്റുവേഷനിൽ ഗവൺമെൻറ്റിനെ സഹായിക്കുക, അത് നല്ല കാര്യമാണ്. വെറുതെ സ്വർണം വാങ്ങിച്ചൊക്കെ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർണത്തിന് ഇപ്പം ഫണ്ടുണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആ ഫണ്ടിലിട്ടാൽ പോരെ. വളരെ ലാഭത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ്റെ പൈസ കിട്ടും. വെറുതെ എന്തിനു വേസ്റ്റ് ആക്കണം? മറ്റേ പണക്കിഴിവ് എന്നത് ഇങ്ങനെ 1000 പരിപാടിയില്ല. അതൊന്നും പണിക്കുറവ് ഇതൊന്നും ഇല്ലാതെ പിന്നെ ഈ ETF-ലോ ഗോൾഡ് ETF-ലോ ഗോൾഡ് ഫണ്ടിലോ ഇട്ടാൽ അതേ മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടും. വെറുതെ ഉണ്ടോ ഈ സ്വർണം വാങ്ങി വയ്ക്കുന്ന വീട്ടിൽ? അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണല്ലേ ചേട്ടാ. ഒരു കാര്യം, നമ്മുടെ വിജയം ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മളുടെ വിഷയം ഇതായതുകൊണ്ട് നമുക്ക് ഇതിൽ കടന്നിട്ട് അങ്ങോട്ട് പോകാം. ചേട്ടാ, ഈ നമ്മൾ സാധാരണ രീതിയിൽ പലയിടത്തും യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ധനത്തിന് വില കൂടിയിട്ടില്ല, പക്ഷെ കൂടാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ ഒരു രീതിയിൽ പറഞ്ഞാൽ? തീർച്ചയായിട്ടും പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഇന്ധനമാണല്ലോ ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ. ഇന്ധനം ഇല്ലെങ്കിൽ ഒരു ചരക്ക് ഗതാഗതവും ഇതുപോലെ ആഹാര സാധനങ്ങൾ വിവിധ സ്ഥലം എത്തിക്കുന്നതും യാത്ര എല്ലാം തകിടം മറിയും. അപ്പോൾ ഇന്ധനം ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാത്രകൾ കുറച്ചുകൊണ്ടും പിന്നെ മറ്റ് ഇതല്ലാതെ ഉള്ള കാര്യങ്ങൾ, ഇപ്പം സ്കൂട്ടറിൽ ഇവിടുന്ന് ആ കട വരെ പോകുന്നവന് വേണമെങ്കിൽ സൈക്കിൾ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ള നിലയിലും പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് വലിയൊരു മെച്ചമാണ്. കാരണം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ വാഹന ഗതാഗതം നിശ്ചലമാകുന്ന സ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയേറെ ഒരു ഭയങ്കര ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിപ്ലവമാണ് വരുന്നത്. സൂര്യ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മെഷീനറികൾ വരെ ഇനി പ്രവർത്തിക്കുന്നത് അങ്ങനെയായിരിക്കും. അതിനൊരു പ്രൊമോഷൻ കിട്ടാനും ഇത് ഒരു കാരണമാവും ചിലപ്പോൾ. ഈ ചേട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, സ്വർണം വാങ്ങുന്നത് ഇങ്ങനെയെങ്കിലും ഒഴിവാക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, ഈ സ്വർണം എന്ന് പറയുന്നത് ഇപ്പോൾ അതിലെന്താണ് ഇപ്പോൾ വീട്ടിൽ കുറേ ഒരു 10-100 പവൻ അല്ലെ 500 പവനൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് എന്ത് നേടാനാണ്? അതിനെ ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണത്തിൻ്റെ ഒരു വലിയൊരു അളവ് അവിടെ വെറുതെ ഡെറ്റ് ആയിട്ട് കിടക്കും. ഇതിനെ എടുത്ത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ. അതാണ് അവിടെ മ്യൂസിയത്തിൽ നടക്കാൻ വന്ന ചെറുപ്പക്കാരൻ്റെ ഒരു താല്പര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മ്യൂസിയത്തിൽ ചെറുപ്പക്കാരൊക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ രാജ്യത്ത് നടക്കുമോ എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമന്ത്രി ചില സൂചനകളൊക്കെ ഇട്ട് കഴിഞ്ഞു. പരമാവധി ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അനാവശ്യമായിട്ട് പുറത്തു പോകുന്നത് ഒഴിവാക്കുക, ഓഫീസിൽ തന്നെ പോകണമെന്ന് നിർബന്ധം പിടിക്കേണ്ട, വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തുക. കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ നമ്മൾ വെർച്വൽ മീറ്റിങ്ങുകളിലേക്കൊക്കെ കടക്കുക എന്നുള്ളതാണ്. സ്വയം ഒരു സാമ്പത്തിക അച്ചടക്കവും ഊർജ്ജ ഉപഭോഗത്തിൽ നിയന്ത്രണവും കൊണ്ടുവരിക എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം വലിയ രീതിയിൽ ആശങ്കപ്പെട്ട് രാജ്യമെന്തോ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു എന്നല്ല, പക്ഷേ ഊർജ്ജ ഉപഭോഗത്തിൽ നിയന്ത്രണം വരുത്തണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് വേണം താനും. കാരണം ഇനി ഇത്തരം സമയങ്ങളിലൊക്കെ രാജ്യത്ത് എന്താണോ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് പറയുന്നത് അത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാര്യം നമ്മുടെ കൈ പിടിച്ചാൽ നിൽക്കില്ലല്ലോ. ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ കുറവല്ലേ? അതങ്ങ് അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുകയല്ലേ, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യല്ലേ? ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു, ഏതിനെയും വിദേശത്തേക്ക് ആശ്രയിക്കുന്ന നമ്മുടെ പ്രവണത മാറണം, ലോക്കലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. പണ്ട് രാമചന്ദ്രൻ ഗുഹ ഇങ്ങനെയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹൗ മച്ച് വൺ ഷുഡ് കൺസ്യൂം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൻ്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യക്കാരുടെ കൺസംഷൻ പാറ്റേണും അമേരിക്കയുടെ കൺസംഷൻ പാറ്റേണും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, ബംഗ്ലാദേശിൻ്റെ കൺസംഷൻ പാറ്റേണും ഒക്കെ ആയിട്ട് അദ്ദേഹം അതിനെ ഉദാഹരിക്കുന്നുണ്ട്. പക്ഷേ ആ പുസ്തകത്തിൽ പറയുന്ന രസകരമായ ഒരു കാര്യം, നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ എത്രയോ 10 മടങ്ങാണ് അമേരിക്ക എന്ന രാജ്യം കൺസ്യൂം ചെയ്യുന്നത്, അല്ലേ?
പക്ഷേ അതെല്ലാം തന്നെ നമ്മളുടെയൊക്കെ ഊർജ്ജ പ്രതിസന്ധിയായും ഭക്ഷണ പ്രതിസന്ധിയായും വരും. പക്ഷേ കാര്യങ്ങൾ കുറച്ച് അപകടത്തിലാണ്, കുറച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വയം നിയന്ത്രണം വേണം എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. അതൊക്കെ പ്രതിപക്ഷത്തിന് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാം. കാരണം ഊർജ്ജ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത്. വന്ന് യുദ്ധം അടുക്കളയിൽ മാത്രമല്ല, യുദ്ധം നമ്മുടെ മുറ്റത്തും വന്നു നമ്മുടെ ജീവിതത്തെയും ബാധിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയിലാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു അല്ലേ?